ആദ്യ അപ്ഡേറ്റ് നമ്മുടെ കാജൽ അഗർവാളിന്റെ ഇന്ത്യൻ സ്റ്റോറി എന്ന സിനിമേന്റെയാണ്. ഇനി വരാൻ പോകുന്ന കാജൽ അഗർവാളിന്റെ പാൻ ഇന്ത്യൻ സിനിമയാണ് ഇന്ത്യൻ സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ. ശരിക്കും ഇന്ത്യയിൽ നടന്നൊരു കഥയെ ആസ്പദമാക്കിയിട്ടാണ് സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ഈ മാസമായിട്ടാണ് പടം റിലീസ്, ജൂലൈ 24-ാം തീയതി. മഗ്നേഷ് ആണ് സിനിമയിൽ മ്യൂസിക്, നമ്മുടെ മഗ്നേഷ്. ഡയറക്ഷൻ നമ്മുടെ ചേട്ടൻ DK എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. ഡെബ്യൂട്ടായ ഒരു സംവിധായകനാണ്. കാത്തിരിക്കാൻ നമുക്ക് പടത്തിനായിട്ട്. എന്തായാലും നല്ലൊരു പോസ്റ്റർ തന്നെയാണ് നിലവിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ദുൽഖർ സൽമാന്റെ 41ാമത്തെ സിനിമേന്റെയാണ്. പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ പുറത്തു വരാൻ പോവുകയാണ്. നമ്മുടെ ദുൽഖർ സൽമാൻ പൂജ ഹെഡ്ജ് കോംബോയിൽ വരാൻ പോകുന്ന ഒരു സിനിമയാണ് ദുൽഖർ 41. എന്തായാലും നമ്മുടെ GV പ്രകാശ് ആണ് സിനിമയിൽ സംഗീതം അല്ലെങ്കിൽ മ്യൂസിക്. രവി ആണ് സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. നിലവിൽ പടത്തിന് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റിലീസ് നിലവിൽ കൺഫേം ആയിട്ടില്ല എന്നാണെന്ന്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് നാളെ വെള്ളിയാഴ്ച രാവിലെ 10:08 പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ധനുഷിന്റെ ഓം എന്ന സിനിമേന്റെയാണ്. സിനിമയിൽ ഒരു ഹിന്ദി നടനും അഭിനയിക്കാൻ വരികയാണ്. നിലവിൽ ഓൺ ബോർഡ് ആയിരിക്കുകയാണ്. നാസർ സുദീൻ ഷാ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. മെഗാസ്റ്റാർ മമ്മൂട്ടി, അതുപോലെ തന്നെ ധനുഷ്, ശ്രീലീല, സായി പല്ലവി എന്നീ വലിയൊരു കാസ്റ്റുള്ള സിനിമയിലോട്ട് അങ്ങനെ ഹിന്ദി നടനും വരാൻ പോവുകയാണ്. ഓൺ ബോർഡ് ആയിരിക്കുകയാണ്. മ്യൂസിക് നമ്മുടെ സായി അഭ്യങ്കറാണ്. രാജ്കുമാർ പരമസ്വാമിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ ശിവകാർത്തികേയന്റെ അമരൻ സിനിമയുടെ ഡയറക്ടറാണ്. പടം ഈ വരുന്ന ഒക്ടോബർ 16-ാം തീയതിയാണ് വേൾഡ് വൈഡ് റിലീസ്. ഈ വർഷം തന്നെ സിനിമ തിയേറ്റർ റിലീസിന് വരും. മറ്റൊരു സിനിമയാണ് ഈ വർഷം തിയേറ്റർ റിലീസിന് വന്ന മലയാള സിനിമ ഐ നോബഡി എന്ന് പറഞ്ഞ സിനിമ. ഇന്നാണ് റിലീസിന് വന്ന വ്യാഴാഴ്ച. പടത്തിന് മിക്സ്ഡ് അഭിപ്രായമാണ്. ഫസ്റ്റ് ഹാഫ് നല്ലതാണെന്ന് പറയുന്നുണ്ട്, സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് ഒരു ഡിസപ്പോയിൻമെന്റ് ആയെന്നും പറയുന്നുണ്ട്. നല്ല മേക്കിംഗ് ആണെന്ന് പറയുന്നുണ്ട്, നല്ല BGM, നല്ല എഡിറ്റിംഗ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ സിനിമ ഓവറോൾ ആയിട്ട് മോശമാണെന്നാണ് പറയുന്നത്. 2 മണിക്കൂർ 48 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം, 30 സെക്കൻഡ്. അങ്ങനെ FDS ഒക്കെ രാവിലെ ഒരു 10:30-ക്കാണ് തുടങ്ങിയത്. എന്തെങ്കിലും സിനിമേന്റെ ആദ്യ കളക്ഷനായിട്ട് കാത്തിരിക്കാം. കണ്ടവരാണെങ്കിൽ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്തുക. മറ്റൊരു സിനിമയാണ് പ്രദീപിന്റെ ഏറ്റവും പുതിയ പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിക്കുന്ന സിനിമ അനൗൺസ്മെന്റ് പ്രൊമോ വീഡിയോ പുറത്തിറങ്ങിയിരിക്കുകയാണ്. മമിത ബൈജു, അശ്വന്ത് മാരിമുത്ത്, നമ്മുടെ പ്രദീപ് എന്നിവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രം ഇവിടെ അഭിനയിക്കാൻ പോകുന്നത്. മ്യൂസിക് നമ്മുടെ സായി അഭ്യങ്കറാണ് ചെയ്യാൻ പോകുന്നത്. പ്രൊഡക്ഷനും അതുപോലെ തന്നെ കഥയും നമ്മുടെ പ്രദീപാണ്. പിന്നെ സംവിധാനം ചെയ്യാൻ പോകുന്നത് 6 ഡയറക്ടേഴ്സ് ആയിരിക്കും, ആൽഫ യൂണിറ്റ് എന്ന പേരിൽ. എന്തായാലും പടത്തിന് ഷൂട്ടിംഗ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സിനിമ ഈ വർഷമായിട്ട് റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ സൂപ്പർ ഹീറോ എന്ന സിനിമേന്റെ ഫസ്റ്റ് ലുക്ക് അപ്ഡേറ്റ് തന്നെയാണ്. നിലവിൽ സിനിമേന്റെ 3 ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ് ഇന്നൊക്കെ ആയിട്ട് പുറത്തു വരികയാണ്. എന്തായാലും അർജുൻ ദാസ് ആണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രം ഇവിടെ അഭിനയിക്കുന്നത്. പിന്നെ സാൻഡി. എന്തായാലും പടത്തിന്റെ മ്യൂസിക് ഹിഷാം അബ്ദുൽ വാഹിബാണ്. എന്തായാലും പടത്തിന്റെ 3 ലുക്ക് ഇന്ന് നിലവിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. എന്തായാലും പടം ഉടൻ തന്നെയാണ് തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്, കേൾക്കാൻ സാധിക്കുന്നത്. വിഘ്നേഷ് വേണുഗോപാലാണ് സിനിമയുടെ സംവിധായകന്. അടുത്ത അപ്ഡേറ്റ് ദുൽഖർ സൽമാൻ ജിത്തു മാധവൻ സിനിമേന്റെ തന്നെയാണ്. നമ്മുടെ ദുൽഖർ സൽമാന്റെ ഇനി വരാൻ പോകുന്ന സിനിമ സൂര്യ 47 സിനിമയുടെ സംവിധായകനായ ജിത്തു മാധവനായിട്ടാണ്. എന്തായാലും ദുൽഖർ സൽമാനാണ് സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കാൻ പോകുന്നത്. പ്രീ പ്രൊഡക്ഷൻ വർക്ക് നിലവിൽ നമ്മുടെ സൂര്യ 47 സിനിമയുടെ റിലീസിന് ശേഷമായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനിങ് കാണുന്നത്. എന്തായാലും വീണ്ടും ഒരു മലയാള സിനിമ വന്നിരിക്കുകയാണ് നമ്മുടെ മലയാള ഓഡിയൻസിനായിട്ട് മോളിവുഡിലോട്ട്, ഐ ആം ഗെയിം സിനിമയ്ക്ക് ശേഷം. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് ദുൽഖർ സൽമാന്റെ ജിത്തു മാധവൻ സിനിമയ്ക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ഷെയ്ൻടോ ചാക്കോന്റെ ഒരു എക്സോസ്റ്റ് സിനിമ വരാൻ പോവുകയാണ്, ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ. എന്തായാലും ഷെയ്ൻടോ ചാക്കോന്റെ ഈ ഒരു കഥാപാത്രത്തിന്റെ പേര് ഫാദർ റിച്ചാർഡ് ജോസഫ് എന്നാണ്. എന്തായാലും ഒരു ഗംഭീരമായ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെയാണ് നിലവിൽ പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും പടം ഉടൻ തന്നെ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നല്ല എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ തന്നെയാണ്. കാരണം ഷെയ്ൻടോ ചാക്കോ ഈ ഒരു അച്ഛൻ്റെ വേഷത്തിൽ എങ്ങനെയാണ് വരാൻ പോകുന്നത്, നല്ല എക്സൈറ്റ്മെന്റ് തന്നെയാണ്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ധനുഷ് വെങ്കട് പ്രഭു സിനിമയുടെ അനൗൺസ്മെന്റ് അങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മുടെ വെങ്കട് പ്രഭു ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ധനുഷാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രം. മ്യൂസിക് നമ്മുടെ സായി അഭ്യങ്കറാണ്. എന്തായാലും പടത്തിന്റെ അനൗൺസ്മെന്റ് നാളെ ജൂലൈ 10-നാണ്, വെള്ളിയാഴ്ച വരാൻ പോകുന്നത്. കേൾക്കാൻ സാധിക്കുന്ന ഒരു ഹൈ ബഡ്ജറ്റ് സയൻസ് ഫൈ സിനിമ എന്നാണ്. എന്തായാലും നമ്മുടെ വെങ്കട് പ്രഭുവിന്റെ സ്ഥിരം ഐറ്റം തന്നെയാണ് സയൻസ് ഫൈ ബിഗ് ബഡ്ജറ്റ് സിനിമ, അതും ധനുഷ് ആയിട്ടാണ്. എന്തായാലും അൺഎക്സ്പെക്ടഡ് കോംബോ തന്നെയാണ്. കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് ഈ സിനിമയ്ക്കായിട്ട്. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ. മഴ കാരണം നമ്മുടെ സൗണ്ട് അങ്ങനെയായി.